ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അങ്ങനെയുള്ള ഭഗവാന് മേൽപ്പത്തൂർ സമർപ്പിച്ച ശ്രീമന്നാരായണീയമാകുന്ന നറുനവനീതത്തെ, അതിൻ്റെ മാധുര്യത്തെ നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാരായണീയ മധുരം എന്ന രീതിയിൽ 106-ാമത്തെ ദിവസം. ഇന്ന് 10-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ശ്ലോകം, വ്യാഖ്യാനം, ശ്ലോകം, ഭാഷാഗാനം. ധർമാദികാനഭിസൃജന്നധ കർദമം ച വാണീം വിധായ വിധിരംഗജസങ്കുലോഭൂത് ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈസ്തനൂജൈരുദ്ബോധിതശ്ച വിരരാമ തതോ വിമുഞ്ജൻ. അധ ധർമാദികാൻ കർദമം ച അഭിസൃജൻ വാണീം വിധായ വിധി അംഗജസങ്കുല അഭൂത് ത്വദ്ബോധിതൈഃ സനകദക്ഷമുഖൈഃ തനൂജൈഃ ഉദ്ബോധിതഃ തമ വിമുഞ്ജൻ വിരരാമ ച. ധർമാദികാൻ അഭിസൃജന്നധ കർദമം ച. അധ ധർമാദികാൻ കർദമം ച അഭിസൃജൻ. അതിനുശേഷം ബ്രഹ്മാവ്. ബ്രഹ്മാവിൽ നിന്ന് മരീചി, അത്രി, അങ്കിരസ്, ക്രതു, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ എന്നിവരുണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, പിന്നീട് ധർമാദികാൻ ധർമ്മദേവൻ തുടങ്ങിയവരെയും
കർദമം ച, കർദമനെയും, ഛായാസൃഷ്ടിയാണ് കർദമൻ. ധർമ്മദേവൻ അവിടുത്തെ സ്ഥലങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ അവരെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം വാണിം വിധായ വിധി, സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ, വിധി എന്ന് പറഞ്ഞ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് അംഗജസങ്കുലഹ അഭൂത്. അംഗജൻ ആരാണ്? കാമദേവൻ. ആ കാമപരവശനായി തീർന്നു എന്ന് പറയുന്നു. ത്വദ്ബോധിതൈ, അവിടുത്തെ പ്രേരണ കൊണ്ട്, ഗുരുവായൂരപ്പ അവിടുത്തെ പ്രേരണ കൊണ്ട്, സനകദക്ഷമുഖൈ തനൂജൈഹി ഉദ്ബോധിത, സനകൻ ദക്ഷൻ തുടങ്ങിയ പുത്രന്മാര് മക്കള് ഓർമ്മിപ്പിച്ചതുകൊണ്ട് അവിടെ തമ വിമുഞ്ചൻ, തമസ്സിനെ, അജ്ഞാനത്തെ കൈവെടിഞ്ഞ് ആ അകൃത്യത്തിൽ നിന്ന്, സ്വന്തം മകളുടെ നേരെ കാമം ഉണ്ടാവുക, അത് ശരിയല്ല അല്ലേ? അപ്പോ ഇവിടെ പറയുന്നു അതിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നു. അപ്പോൾ മഹാന്മാരായിട്ടുള്ള ആളുകൾക്ക്, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾക്കും ചിലപ്പോ കാലിടറാനൊക്കെ സാധ്യതയുണ്ട് ജീവിതത്തിൽ. എന്നാൽ എന്തു വേണം? ആ സമയത്ത് കിട്ടുന്ന ഉപദേശങ്ങളെ, ഉചിതമായ ഉപദേശങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവണം. ചെറിയ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയല്ല. മക്കൾ പറയണതാണെങ്കിലും കേൾക്കണം അല്ലേ? സാധാരണ രീതിയിൽ അങ്ങനെയല്ല. അച്ഛനമ്മമാരെന്താ പറയുക? നീയ് അല്ലെങ്കിൽ നിങ്ങളൊന്നും ഞങ്ങളെ ഉപദേശിക്കണ്ട, ഞങ്ങളൊക്കെ ഒരുപാട് ഓണം കൂടുതലുണ്ടതാണെന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ? പക്ഷേ ഉചിതമായ ഉപദേശം ആര് തന്നാലും അത് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് ഈ കഥാസന്ദർഭം നമ്മളെ ഓർമ്മിപ്പിക്കണം. വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി ഈ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ അർത്ഥമായിട്ടുള്ള, അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയത്തിലെ 4 വരികൾ കൂടി പാടി സമർപ്പിക്കാം. ധർമാദികാനഭിസൃജന്നധ കർദമം ച വാണീം വിധായ വിധിരംഗജസങ്കുലോ ഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈരുദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. സൃഷ്ടിച്ചല്ലോ കർദമനെ ധർമ്മദേവാദികളെ കാമപരവശനായി സരസ്വതിയിൽ അവിടുത്തെ പ്രേരണയാൽ അജ്ഞാനവും നശിച്ചല്ലോ. നാൻമുഖനാം ബ്രഹ്മദേവൻ പിന്മാറിയല്ലോ. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ.